അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയമുള്ളവരെ, ഇന്ന് വളരെ പ്രധാനപ്പെട്ട വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ പാലിക്കേണ്ട ഒരു നിയമമാണ് ഇഖ്ഫാ. ആ ഇഖ്ഫായിനെ കുറിച്ചാണ് ഇന്ന് പറയുന്നത്. ഇദ്ഗാമും ബിഗുന്നയുടെ 4 അക്ഷരവും ഇൽഹാറിൻ്റെ 6 അക്ഷരവും അതുപോലെ തന്നെ ഇദ്ഗാമും ബിലാഗുന്നയുടെ 2 അക്ഷരവും ഇഖ്ലാബിൻ്റെ 1 അക്ഷരവും ഇങ്ങനെ കൂടിയ ഈ 4 എണ്ണത്തിൻ്റെ നിയമങ്ങൾ സുക്കൂനുള്ള നൂനിൻ്റെയും തെൻവീനിൻ്റെയും ശേഷം ഈ 13 അക്ഷരം വന്നാലുള്ള നിയമങ്ങൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് നാം ചർച്ച ചെയ്തു. ഇത് 13 അക്ഷരമാണ്. ഇനി ബാക്കി വരുന്ന 15 അക്ഷരവും ഇഖ്ഫായിൻ്റെ അക്ഷരങ്ങളാണ്. അപ്പോൾ ഇഖ്ഫായിൻ്റെ അക്ഷരം കൂടി നമ്മളൊന്ന് പരിചയപ്പെടുമ്പോഴേ അത് പൂർണ്ണമാവുകയുള്ളൂ. സുക്കൂനുള്ള നൂനിൻ്റെയും തെൻവീനിൻ്റെയും ശേഷമുള്ള നിയമങ്ങളാണ് ഈ പറയുന്നവ. ഇതുവരെ പറഞ്ഞതും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇനി പറയുന്ന 15 അക്ഷരങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അത് നമുക്ക് ഉദാഹരണ സഹിതം നമുക്ക് മനസ്സിലാക്കാം. 1-2 ഉദാഹരണങ്ങൾ അഥവാ സുക്കൂനുള്ള നൂനിൻ്റെയും തെൻവീനിൻ്റെയും ശേഷമുള്ള ആ ഇഖ്ഫായിൻ്റെ അക്ഷരമായ 15 അക്ഷരം വന്നാൽ എങ്ങനെ പാരായണം ചെയ്യണം എന്നുള്ളതാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയാൻ പോകുന്നത്. അപ്പോൾ ഇഖ്ഫായിൻ്റെ അക്ഷരങ്ങൾ ബാക്കി 15 അക്ഷരങ്ങൾ എന്ന് പറഞ്ഞു. അത് ഏത് വന്നാലും ഇഖ്ഫാ തന്നെയാണ്. ഇഖ്ഫാ എന്ന് പറയുമ്പോൾ നമ്മൾ ഇൽഹാർ എങ്ങനെയാണ് പറയുക? അൻ എന്ന് പറഞ്ഞപ്പോൾ നാവിൻ്റെ തലഭാഗം മേലേ ഭാഗത്ത് തട്ടി അൻ എന്ന് പറയുമ്പോൾ നാവിൻ്റെ തലഭാഗം മേലേ വായയുടെ ഉൾഭാഗത്തുള്ള മേലേ ഭാഗത്ത് തട്ടുന്ന ഒരവസ്ഥ ഉണ്ടല്ലോ, അൻ. ഇതാണ് ഇൽഹാർ. ഇപ്പോൾ നൂന് വെളിവായി. നൂനിനെ മറച്ച് മണിക്കുക എന്നുള്ളതാണ് ഇഖ്ഫാ. അതെങ്ങനെയാണ് എന്നുള്ളതാണ്. അൻ എന്ന് പറയുമ്പോൾ നാവിൻ്റെ തലഭാഗം മേലേ ഭാഗത്ത് തട്ടുന്നു, തട്ടാതെ അതിൻ്റെ അടുത്തേക്ക് പോകുന്ന ഒരവസ്ഥയാണ് ഇഖ്ഫാ. ഉദാഹരണം, യകുല്ലഹുന്ന വലദ് ഫഇൻ കാന ലഹുന്ന വലദ്. ഇവിടെ ഫഇൻ എന്ന് സുക്കൂനുള്ള നൂനിൻ്റെ ശേഷം കാഫാണ് വന്നത്. കാഫ് ഏതിൽപ്പെട്ടതാണ്? ഇഖ്ഫായിൻ്റെ അക്ഷരമാണ്. ഇഖ്ഫായിൻ്റെ 15 അക്ഷരങ്ങൾ ഏതൊക്കെയാണ്? ത ആണ്, സ ആണ്, ജീമാണ്, ദാലാണ്, ദാലാണ്, സായാണ്, സീനാണ്, ഷീനാണ്, സ്വാദാണ്, ലോദാണ്, ലാ, ഫ, ഖാഫ്, കാഫ്. ഈ 15 അക്ഷരമാണ് ഇഖ്ഫായിൻ്റെ അക്ഷരം. ഇവിടെ ഫഇൻ എന്ന് പറഞ്ഞപ്പോൾ സുക്കൂനുള്ള നൂനാണ്. ആ നൂനിൻ്റെ ശേഷം കാഫാണ് വന്നിട്ടുള്ളത്. കാഫ് ഏതിൽപ്പെട്ട അക്ഷരമാണ്? ഇഖ്ഫായിൻ്റെ അക്ഷരമാണ്. ലാസ്റ്റ് കണ്ടില്ലേ, കാഫ്. കാഫ് ഇഖ്ഫായിൻ്റെ അക്ഷരമാണ്. അപ്പോൾ ഫഇൻ എന്ന് പറയരുത്, മറച്ച് മണിക്കണം. ഫഇൻ എന്ന് പറയാതെ അതിൻ്റെ തൊട്ടടുത്തേക്ക് നാവ് പോകുന്ന ഒരവസ്ഥ. ഫഇൻ കാന ലഹുന്ന വലദ് ഫലകും റുബ്ഉ മിമ്മാ തറക്ന. ഇനി അടുത്തത് രണ്ടാമത്തെ ആ ഒരു ചിത്രത്തിലേക്ക് നോക്കുക. വസിയത്തിൻ തൂസൂന ബിഹാ. ഞാൻ ഒരു ആയത്തിൻ്റെ ഓരോ ഭാഗങ്ങളെ എടുത്തിട്ടുള്ളൂ, അതുകൊണ്ട് ശ്രദ്ധിക്കുക. വസിയത്തിൻ എന്ന തെൻവീൻ്റെ ശേഷം താ വന്നു. താ ഏതിൻ്റെ അക്ഷരമാണ്? ഇഖ്ഫായിൻ്റെ അക്ഷരമാണ്. ഫസ്റ്റത്തെ അക്ഷരം തന്നെ എന്താണ്? അലിഫ്. ബ. അലിഫ് എന്തിൻ്റെ അക്ഷരമാണ്? ഹംസ. ഇൽഹാറിൻ്റെ അക്ഷരമാണ്. ബ ഇഖ്ലാബിൻ്റെ അക്ഷരമാണ് അല്ലേ? ഇൽഹാറിൻ്റെ അക്ഷരങ്ങൾ ഏതൊക്കെയാണ്? ഹംസ, ഹ, ഹ, ഖ, ഐന്, ഗൈന്. 6 അക്ഷരമായി. ഇദ്ഗാമും ബിഗുന്നയുടെ അക്ഷരം നൂന്, വാവ്, മീമ്, യാ. ഇപ്പോൾ 4 അക്ഷരവും 6 അക്ഷരവും ടോട്ടൽ 10 ആയി. ഇദ്ഗാമും ബിലാഗുന്നയുടെ അക്ഷരം ലാമും റാവുമാണ്. ലാമും റാവും. അപ്പോൾ 12 അക്ഷരമായി. പിന്നെ സുക്കൂനുള്ള നൂനിന് ശേഷം ബ വന്നാൽ ഇഖ്ലാബും 13 അക്ഷരം. അതിൽ പെടാത്ത അക്ഷരങ്ങളാണ് 15 അക്ഷരം. ആ 15 അക്ഷരമാണ് ഇഖ്ഫായിൻ്റെ അക്ഷരം. ആ ഇഖ്ഫായിൻ്റെ അക്ഷരമാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത്. ആ മേലെയുള്ള ആ 15 അക്ഷരങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇഖ്ഫായിൻ്റെ അക്ഷരങ്ങൾ ഇന്നതാണ്. ഇൽഹാറിൻ്റെ അക്ഷരം മനസ്സിലാക്കിയാൽ മതി. ബാക്കിയുള്ള മറ്റു 4 നിയമങ്ങൾ പഠിച്ചാൽ ഇഖ്ഫായിൻ്റെ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് മനസ്സിലായാലും ഇല്ലെങ്കിലും അത് ഇഖ്ഫായിൻ്റെ അക്ഷരമാണ് എന്ന് തിരിയും. ഇനി അങ്ങനെ തിരിഞ്ഞിട്ടില്ലെങ്കിൽ ഈ 15 അക്ഷരം ഒന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ
വസിയത്തിൻ, വസിയത്തിൻ എന്ന് പറയരുത്. തിൻ എന്ന് പറഞ്ഞാൽ വെളിവാക്കേണ്ട അക്ഷരമല്ല താ. തൻവീൻ്റെ ശേഷമുള്ള താ ഇഖ്ഫായിൻ്റെ അക്ഷരമാണ്. അപ്പോൾ വസിയത്തിൻ തൂസൂന ബിഹാ ഔ ദൈൻ. അടുത്ത അതിൻ്റെ ശേഷമുള്ള രണ്ടാമത്തെ വരി വ ഇൻ എന്ന് പറയരുത്. കാരണം എന്താണ്? നൂനിൻ്റെ ശേഷം കാഫ് വന്നു, ഇഖ്ഫായിൻ്റെ അക്ഷരമായ കാഫ് വന്നു. വ ഇൻ കാന റജുലുൻ യൂറസു കലാലതൻ അവ ഇംറഅതുൻ വലഹു അഖുൻ ഔ ഉഖ്ത്. അപ്പോൾ വ ഇൻ കാന ഇഖ്ഫാ. അതേപോലെ തന്നെ റജുലുൻ യൂറസു, അവിടെ തൻവീൻ്റെ ശേഷം യാ ആണ്. യാ ഇഖ്ഫായിൻ്റെ അക്ഷരമല്ല, ഇദ്ഗാമും ബിഗുന്നയുടെ അക്ഷരമാണ്. നേരെ കൂട്ടി യോജിപ്പിക്കുക, അവിടെ മണിക്കുക. റജുലുൻ യൂറസു, റജുലുൻ യൂറസു കലാലതൻ അവ ഇംറഅ ല്ലേ, ഹതാ വഖഫ് അവ ഇംറഅ കലാലതൻ. തൻവീൻ്റെ ശേഷം ഇളാന്റെ അക്ഷരമായ ഹംസ വന്നു, അതുകൊണ്ടാണ് അവിടെ കലാലതൻ എന്ന് വെളിവാക്കിയത്. വലഹു അഖുൻ ഔ ഉഖ്തുൻ ഫലികുൽ ഔ ഉഖ്തുൻ എന്ന് വെളിവാക്കാതെ ഔ ഉഖ്തുൻ ഫലികുല്ലി ല്ലേ, വഖഫ് ചെയ്യുമ്പോൾ ഫലികുൽ. അപ്പോൾ ഔ ഉഖ്തുൻ എന്ന് പറയാതെ ഔ ഉഖ്തുൻ ഫലികുൽ. അപ്പോൾ എന്ത് ചെയ്തു? ഇഖ്ഫാ ചെയ്തു, മറച്ചു മണിച്ചു. ഇങ്ങനെയാണ് ഇഖ്ഫാ ചെയ്യേണ്ടത്. ഇനി അടുത്ത ആ ഒരു പേജ് കൂടി നോക്കുക, നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. മിൻകും, ഇഖ്ഫായിൻ്റെ അക്ഷരമാണ് കാഫ്. സുക്കൂനുള്ള നൂനിൻ്റെ ശേഷം കാഫ് വന്നു. എന്താണ്? ഇഖ്ഫാ ചെയ്യണം. ഇഖ്ഫാ ചെയ്യാന്ന് പറഞ്ഞാൽ മിൻ എന്ന് പറയാതെ, മികും എന്ന് പറയാതെ, മിൻകും വ അൻ തസ്ബിറു. സുക്കൂനുള്ള നൂന് വന്നു, അതിൻ്റെ ശേഷം താ ഇഖ്ഫായിൻ്റെ അക്ഷരമായ താ വന്നു. അപ്പോൾ ഇഖ്ഫാ ചെയ്യണം. വ അൻ തസ്ബിറു ഖൈറുൽ ലക്കും. ഖൈറുൻ എന്ന് പറഞ്ഞില്ല. കാരണം എന്താണ്? തൻവീൻ്റെ ശേഷം ലാമ് വന്നു. തൻവീൻ്റെ ശേഷമോ സുക്കൂനുള്ള നൂനിൻ്റെയോ തൻവീൻ്റെ ശേഷം ലാമും റാഉം വന്നാൽ ഇദ്ഗാമും ബിലാ ഉന്നയാണ്. കൂട്ടി യോജിപ്പിക്കുക മാത്രം മതി, മണിക്കരുത്. ഖൈറുൽ ലക്കും. അടുത്ത ഉദാഹരണം അല്ലദീന മിൻ ഖബലികും. സുക്കൂനുള്ള നൂനിൻ്റെ ശേഷം ഖാഫ് വന്നു, ഇഖ്ഫായിൻ്റെ അക്ഷരമാണ് ഖാഫ്. അപ്പം മിൻ ഖബലികും. അടുത്ത ഉദാഹരണം അല്ലാഹു അയ്യുഖഫിഫ അൻകും. അയ്യുഖഫിഫ അൻകും. അയ്യു എന്നുള്ളത് സ്കൂളിലെ നൂനിൻ്റെ ശേഷം യാ വന്നു, ഇദ്ഗാമും ബിഗുന്നയാണ്. യാ ആണ് വന്നത്. അതിൻ്റെ ശേഷം അൻകും ഇഖ്ഫാ ചെയ്യണം. അടുത്ത് വല്ലാഹു യുരീദു അൻ യതൂബ അലൈക്കും. സ്കൂളിലെ നൂനിൻ്റെ ശേഷം യാ വന്നു, അതിലൊന്നില്ല, ഇഖ്ഫാ ഇല്ല, അത് ഇദ്ഗാം ബിഗുന്നയാണ്. അടുത്ത് പിന്നെ നേരത്തെ പറഞ്ഞ അല്ലാഹു അൻ യുഖഫിഫ അൻകും വഖുലിഖൽ ഇൻസാനു ദഈഫാ. വഖുലിഖൽ ഇൻസാനു. സുക്കൂനുള്ള നൂനിൻ്റെ ശേഷം സീൻ വന്നു. സീൻ ഏതാണ്? മേലെ നോക്കി, ഇഖ്ഫാൻ്റെ അക്ഷരമാണ്. അലൈക്കും അയ്യത്. ഇവിടെ വഖുലിഖൽ ഇൻസാനു ദഈഫ. വലത്തേ ഭാഗത്തുള്ള 28ാമത്തെ ആയത്ത്. വഖുലിഖൽ ഇൻ എന്ന് പറയാ, ഇൻസാനു എന്ന് പറയാതെ ഇൻസാനു ദഈഫ. അടുത്ത അവസാനത്തെ ഉദാഹരണം വലഹുന്ന റുബഉ മിമ്മ തറക്തും ഇല്ലം. അല്ലേ, ഇവിടെ സുക്കൂനുള്ള നൂനിൻ്റെ ശേഷം ലാമ് വന്നു, ഇഖ്ഫായിൻ്റെ അക്ഷരമല്ലേ.
ഇഖ്ഫാൻ്റെ അക്ഷരമാണോ? ഒന്ന് നോക്കി, ഇവിടെ ഇഖ്ഫാൻ്റെ അക്ഷരം വരുന്നില്ല. അപ്പോൾ ഇവിടെ ഇദ്ഗാം സുക്കൂണിലെ നൂനിന് ശേഷം ലാമാണ് വന്നിട്ടുള്ളത്. ഇദ്ഗാം ബിലാ ഗുന്നയാണ്. ഇഖ്ഫ ഇല്ല. ഇഖ്ഫ വരണമെങ്കിൽ മേലെയുള്ള 15 അക്ഷരത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരു അക്ഷരം വരുമ്പോഴേ ഇഖ്ഫ വരികയുള്ളൂ. അങ്ങനെ വരുന്ന 15 അക്ഷരത്തിൽ ഏതക്ഷരം വന്നാലും സുക്കൂനുൽ നൂനിൻ്റെയോ തൻവീനിൻ്റെയോ ശേഷം ഈ 15 അക്ഷരത്തിൽപ്പെട്ട ഏതക്ഷരം വന്നാലും അവിടെ ഇഖ്ഫ ചെയ്യണം. ഇഖ്ഫ ചെയ്യേണ്ട ഒരു രൂപം പറഞ്ഞു. നാവിൻ്റെ തലഭാഗം മേലേ ഭാഗത്ത് തട്ടാതെ അതിൻ്റെ അടുത്ത് പോയി നിൽക്കുന്ന ഒരവസ്ഥ. വഖുലിഖൽ ഇൻസാനു എന്ന് പറയാതെ ഇൻസാനു ലഈഫ. ഇഖ്ഫ നല്ലോണം ശ്രദ്ധിക്കണം. ഒരുപാട് സ്ഥലങ്ങളിൽ ഇഖ്ഫ വരുന്നുള്ളതാണ്. അപ്പോൾ അത് വരുന്നുണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ എന്ത് ചെയ്യണം? ഈ അക്ഷരങ്ങൾ മനസ്സിലാക്കുക. ബാക്കിയുള്ള 13 അക്ഷരം പ്രത്യേകമായിട്ട് മനസ്സിലാക്കുക. ഇത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുകയും കാണുമ്പോൾ തന്നെ ഇഖ്ഫായിൻ്റെ അക്ഷരമാണ് എന്ന് തിരിയുകയും ചെയ്യണം. ഇപ്പം ഞാൻ ഈ പറയുന്നത് പിന്നെ മേലെ നോക്കിയിട്ടോ അക്ഷരങ്ങൾ നോക്കിയിട്ടോ ഒന്നല്ല. അതിങ്ങനെ എന്ത് ചെയ്തു, നമ്മൾ പിന്നെ പരിചയമായതുകൊണ്ടാണ്. ഇഖ്ഫായിൻ്റെ അക്ഷരം പ്രത്യേകമായിട്ട് എന്ത് ചെയ്തിട്ടില്ല, കാണാതെ പഠിച്ചിട്ടില്ല. ഇന്ന അക്ഷരം ഏതാണെന്ന് ചോദിച്ചാൽ അങ്ങനെ ഓരോന്ന് ഓർഡർ പിന്നെ അലിഫും ബാവും ഒക്കെ ഉണ്ടല്ലോ, അതിൻ്റെ ഓർഡർ ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ പറയാമെന്നല്ലാതെ അത് ഞാൻ കാണാൻ പഠിച്ചിട്ടില്ല. അക്ഷരം ഓരോന്ന് നമുക്കറിയാം, പക്ഷേ അത് എന്തില്ല, ഇഖ്ഫായിൻ്റെ അക്ഷരമാണെന്ന് പെട്ടെന്ന് കാണുമ്പോൾ തന്നെ തിരിയും. എന്തുകൊണ്ടാണ്? ബാക്കിയുള്ള 13 അക്ഷരങ്ങളും പഠിച്ചത് കൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു രൂപം നമ്മൾ മനസ്സിലാക്കി വെക്കുക. 13 അക്ഷരങ്ങളും മനസ്സിലാക്കി വെക്കുക. നമ്മുടെ ക്ലാസ് ആദ്യമായിട്ടാണ് കേൾക്കുന്നതെങ്കിൽ മുന്നേയുള്ള ക്ലാസ്സുകൾ കേൾക്കാൻ വേണ്ടി ശ്രമിക്കുക. ഒരുപാട് ക്ലാസ്സുകൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. അതൊക്കെ അതിൽ ഏതെങ്കിലുമൊക്കെ 1-2 ക്ലാസ് ഇഖ്ഫായ് പിന്നെ ഇൽഹാറിൻ്റെ അക്ഷര ക്ലാസ് തന്നെ ഒരുപാട് ക്ലാസ് കഴിഞ്ഞു പോയിട്ടുണ്ട്. ഇദ്ഗാം ബിഗുന്നയുടെ തന്നെ ഒരുപാട് ക്ലാസ് കഴിഞ്ഞിട്ട് പോയിട്ടുണ്ട്. ഏതെങ്കിലും ഒരു ക്ലാസ് കേട്ടാൽ തന്നെ നമുക്ക് ഇദ്ഗാമും ബിഗുന്ന എന്താണ്, ഇദ്ഗാമും ബിലാഗുന്ന എന്താണ്, ഇഖ്ലാബ് എന്താണ്, ഇൽഹാർ എന്താണ് എന്നൊക്കെ വളരെ വ്യക്തമായിട്ട് തന്നെ മനസ്സിലാകും. അതുപോലെ തന്നെ പ്രത്യേകിച്ച് യാസീനും അതുപോലെ തന്നെ തബാറക്ക, മുൽക്ക്, പിന്നെ വാഖിയ സൂറത്ത്, റഹ്മാൻ സൂറത്ത്, ഇങ്ങനെ തുടങ്ങിയ പ്രധാനപ്പെട്ട സൂറത്തുകളൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ട്. ആ ക്ലാസ്സുകളൊക്കെ പരമാവധി കേൾക്കാൻ വേണ്ടി ശ്രമിക്കുക. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് ആളുകൾ പ്രത്യേകമായിട്ട് ദുആ ചെയ്യാൻ വേണ്ടിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു തആല എല്ലാവരുടെയും മുറാദുകൾ ഹാസിലാക്കി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു തആല നമ്മുടെയൊക്കെ എല്ലാവിധ പ്രയാസങ്ങളും അല്ലാഹു തആല അകറ്റി നമുക്ക് സന്തോഷം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കുടുംബത്തിലും കുടുംബജീവിതത്തിലും മക്കളിലും അല്ലാഹു തആല ആരോഗ്യത്തിലും ഇബാദത്തുകളിലും മറ്റുള്ള എല്ലാ കാര്യങ്ങളിലും നമ്മുടെ വീട്ടിലും കുടുംബത്തിലും അതുപോലെ തന്നെ ഭാര്യ ഭർത്താക്കന്മാർ, മാതാപിതാക്കൾ, മക്കളിൽ നാമുമായി ബന്ധപ്പെട്ട എല്ലാവരുടെയും ജോലികളിൽ അല്ലാഹു തആല ഖൈറും ബറക്കത്തും റാഹത്തും സന്തോഷവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാഫിയായ ഇൽമ് അല്ലാഹു തആല പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാ അല്ലാഹ്. പിന്നെ വിദ്യാർത്ഥികൾക്ക് മാത്രമുള്ള വാട്സപ്പിൻ്റെ ക്ലാസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് പിന്നെ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ നമ്മുടെ നമ്പറിൽ ബന്ധപ്പെടുക. ആ ഗ്രൂപ്പിലേക്ക് ആഡാക്കുന്നതാണ്. അത് ആളെ നോക്കിയിട്ടേ പിന്നെ ഗ്രൂപ്പിലേക്ക് ആഡാക്കുകയുള്ളൂ. അതുകൊണ്ട് പിന്നെ താല്പര്യമുള്ള ആളുകൾ, കുട്ടികൾക്ക് പിന്നെ മനസ്സിലാകുന്ന വളരെ ലളിതമായ ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രമേ പറയുള്ളൂ. ആ ഒരു കാര്യം നമ്മുടെ ക്ലാസ് മദ്രസയൊക്കെ തുടങ്ങിയതാണല്ലോ. ഈ ഒരു സമയത്ത് നമ്മളെന്ത് ചെയ്യുക, പിന്നെ ഒന്ന് സ്റ്റാർട്ടാക്കിയാൽ മദ്രസയിൽ നിന്ന് ക്ലാസ് ഉണ്ടാവും. അതിൻ്റെ പുറമെ പിന്നെ നമ്മുടെ ഈ ക്ലാസ്സും കൂടി ഒന്ന് കേൾക്കുമ്പോൾ വളരെ ചുരുങ്ങിയ പ്രധാനപ്പെട്ട പോയിൻറ്റ്സുകൾ മാത്രമേ പറയുള്ളൂ. അപ്പോൾ ആ പോയിൻറ്റ്സ് മനസ്സിലാക്കി കഴിഞ്ഞാൽ ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ ഏകദേശം നമുക്ക് ഓതാൻ വേണ്ടി സാധിക്കും. അപ്പോൾ അതിനുള്ള ഒരു അവസരമാണ്, പിന്നെ സൗജന്യമായിട്ടുള്ളൊരു അവസരമാണ്, വാട്സപ്പ് ക്ലാസ്സാണ്. അപ്പോൾ കഴിവിൻ്റെ പരമാവധി പിന്നെ കൂടുതലായിട്ട് നീണ്ട ഒരു ക്ലാസ് ഉണ്ടാവില്ല. അപ്പോൾ വളരെ പിന്നെ ഷോർട്ടാക്കിയ ക്ലാസ്സുകൾ മാത്രമേ പറഞ്ഞു തരികയുള്ളൂ. അത് കുട്ടികൾക്ക് മനസ്സിലാകുമെന്ന പ്രതീക്ഷയുണ്ട്. ഏതൊരു കുട്ടിക്കും ഏകദേശം വായിക്കാൻ തിരിയുന്ന ഏത് കുട്ടികൾക്കും പിന്നെ ഖുർആൻ്റെ ആ ഒരു ക്ലാസ് മനസ്സിലാകും എന്നുള്ള ഒരു പ്രതീക്ഷയുണ്ട്. ഇൻഷാ അല്ലാഹ് താല്പര്യമുള്ള ആളുകൾ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കും.